കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത മാസപ്പടി കേസിൽ മുൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും IT സംരംഭകയുമായ ടി വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി ചോദ്യം ചെയ്തിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് പിന്നാലെ വീണയെ വിട്ടയച്ചെങ്കിലും വീണ്ടും വിളിക്കുമെന്നും ചോദ്യങ്ങളിൽ വ്യക്തത വരുത്തിയില്ലെങ്കിൽ അറസ്റ്റിലേക്കടക്കം കടക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൊച്ചി കടവന്ത്രയിലെ ED സോണൽ ഓഫീസിൽ വെച്ച് ബുധനാഴ്ച നടന്ന ചോദ്യം ചെയ്യൽ ഏകദേശം 9 മണിക്കൂറോളമാണ് നീണ്ടുനിന്നത്. രാവിലെ 10:25ഓടെ ഭർത്താവും ബേപ്പൂർ MLAയുമായ PA മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ ED ഓഫീസിലെത്തിയത്. തുടർന്ന് കനത്ത പോലീസ് സുരക്ഷയിലും CISF കാവലിലും വീണ ചോദ്യം ചെയ്യലിനായി അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം രാത്രി 8:30ഓടെയാണ് അവർ മടങ്ങിയത്. ഇത്രയും വലിയ തുക വാങ്ങി എന്ത് സേവനമാണ് നിങ്ങൾ കരിമണൽ കമ്പനിക്ക് നൽകിയത് എന്ന ഒറ്റ ചോദ്യത്തിൽ തന്നെ എല്ലാം അവസാനിച്ചതുപോലെയായി. പിന്നീട് വന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമൊന്നും നൽകാതെ തല താഴ്ത്തി നിന്ന വീണയോട് അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെയാണ് കളവാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാൻ വീണ തയ്യാറായത്. പക്ഷേ ഒരൊറ്റ ചോദ്യത്തിനും വിശ്വാസയോഗ്യമായ ഉത്തരമല്ല വീണ നൽകിയത്. അറസ്റ്റ് ഉറപ്പാകുന്ന സ്ഥിതിയിലേക്കാണ് വീണ പോയതെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വീണയെ പൂട്ടാനുള്ള യഥാർത്ഥ തെളിവുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. 2019 CMRൽ നടന്ന ആദായ നികുതി റെയ്ഡിൽ കമ്പനി കാണിച്ച വ്യാജ ചെലവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വഴിവെച്ചത്. SFIR റിപ്പോർട്ട് പ്രകാരം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നൽകിയ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED കേസ് രജിസ്റ്റർ ചെയ്തത്. എക്സാലോജിക്കും CMRലും തമ്മിലുള്ള കരാറുകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, വീണയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട 100-ലധികം രേഖകൾ ED വിശദമായി പരിശോധിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് പഴുതടച്ച ചോദ്യങ്ങളാണ് ED തയ്യാറാക്കിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിലുള്ള തെളിവുകളും രേഖകളും വെച്ച് വീണയെ അറസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ ചില രേഖകൾ കൂടി ലഭിക്കുന്നതോടെ അവർക്ക് പണി എളുപ്പമായി. അതുകൊണ്ടാണ് ഒരു തീരുമാനത്തിലേക്ക് ED കടക്കാതിരിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ തെളിവുകൾ കയ്യിൽ കിട്ടുന്നതോടെ അതിൽ വിശദമായ പരിശോധന നടത്തി ഇനി ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനാണ് EDയുടെ തീരുമാനം. തീയതി ഔദ്യോഗികമായി അറിയിച്ചില്ലെങ്കിലും 29-ാം തീയതി ആയിരിക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. കയ്യിലുള്ള തെളിവുകൾക്ക് പുറമെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നൽകുന്ന 134 തെളിവുകൾ കൂടി ചോദ്യമായി നേരിടേണ്ടി വരുന്ന അന്ന് വീണയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അറസ്റ്റിലേക്ക് കടക്കുവാനുള്ള സാധ്യതകളാണ് കാണുന്നതെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകൾ വഴി ലഭിച്ച പണം ഏതൊക്കെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് ED പ്രധാനമായും പരിശോധിച്ചത്. ഇതിനായി ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ നേരത്തെ സ്വീകരിച്ചിരുന്നു. വീണയെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി CMRൽ ജോയിന്റ് MD ശരൺ S. കർത്ത, ജയ കർത്ത, ഷിബി കർത്ത എന്നിവരെയും ED ചോദ്യം ചെയ്തിരുന്നു. നേരത്തെ ജൂൺ 12-ന് ഹാജരാകാൻ ED സമൻസ് അയച്ചിരുന്നെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ വീണ സാവകാശം തേടുകയായിരുന്നു. ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകൻ വഴി നൽകാമെന്ന വീണയുടെ നിർദ്ദേശം തള്ളിയാണ് ജൂൺ 17-ന് നേരിട്ട് ഹാജരാകാൻ ED പുതിയ സമൻസ് നൽകിയത്. സത്യത്തിൽ ചോദ്യം ചെയ്യലിന്റെ തുടക്കം മുതൽ തന്നെ വീണയുടെ പിടിവിട്ടതാണ്. കള്ളം പറയുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാണെന്ന് വീണ അടവ് മാറ്റുകയായിരുന്നു. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെറുതെ ഇരുന്നില്ല. തെളിവുകൾ ഒന്നൊന്നായി മേശപ്പുറത്തേക്ക് വെച്ചതോടെയാണ് വീണയ്ക്ക് പണി പാളിയെന്ന് ബോധ്യമായത്. ഉത്തരം നൽകുന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും ED ചൂണ്ടിക്കാട്ടിയപ്പോൾ വീണയ്ക്ക് മുന്നിൽ വഴികൾ അടയുകയായിരുന്നു.